Watch India's largest kids library only on Jio Hotstar. Download the app now. അല്ല ഈ സൈക്കിളിന് എന്താ പറ്റിയത്? അല്ല ഈ ശിവയുടെ സൈക്കിളിന് എന്താ പറ്റിയത്? ഇത് ആരുടെയോ കൺട്രോളിലാണ്. ഇത് ഇവിടുന്ന് ഒരുപാട് ദൂരം കൊണ്ടുപോവേണ്ടതുണ്ട്. സന്തോഷായോ മോനെ? അതെ അച്ഛാ, എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഒരു രസമില്ല അച്ഛാ, ഒരു കോമഡി ഇല്ലാത്തതുപോലെ. നല്ല തമാശ ഉണ്ടാവും, നോക്കിക്കോ. അല്ല ശിവ, നിന്റെ സൈക്കിളിന് എന്താ സംഭവിച്ചേ? മനഃപൂർവ്വം എന്റെ സൈക്കിളിൽ ആരോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ഈ വിവരം ലഡു സിംഗ് സാറിനെ അറിയിക്കണം. ശിവ, നീ വിഷമിക്കണ്ട. ഇപ്പൊ നിന്റെ കേസ് എന്റെ കയ്യിലാണ്. നിനക്ക് അറിയാലോ, ഇൻസ്പെക്ടർ ലഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. സൈക്കിൾ വരുന്നത്. നിങ്ങൾ എന്താ ഈ സൈക്കിളിനെ കണ്ടിങ്ങനെ പേടിക്കുന്നത്? യുവർ സൈക്കിൾ ഇസ് അണ്ടർ അറസ്റ്റ്. ഞാൻ പോയി അതിനെടുത്തോണ്ട് വരാം. കണ്ടല്ലോ, ഒന്നും സംഭവിച്ചില്ല എനിക്ക്. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ പേടിക്കുകയാണ്. എന്നെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. രക്ഷിക്കണേ, 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 ആരെങ്കിലും രക്ഷിക്കണേ. ഈ സൈക്കിളിൽ എന്താ പറ്റിയത്? കിടന്നിങ്ങനെ കറങ്ങുന്നത് കണ്ടില്ലേ? രക്ഷിക്കൂ, രക്ഷിക്കൂ, രക്ഷിക്കണേ, വേഗം വേഗം. കണ്ടോ, ഇപ്പൊ തമാശ കണ്ടില്ലേ മോനെ? സന്തോഷിക്കേ. അതെ അച്ഛാ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാനെന്താ വല്ല പട്ടമാണോ എന്നെ ചുറ്റിക്കാൻ? എന്നെ വിട്. ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചില്ലെങ്കിൽ എനിക്ക് നല്ല തല്ലുകൊള്ളും, മനസ്സിലായിക്കോ? ഞാൻ പറയുന്ന പോലെ തന്നെ മര്യാദക്ക് ഡാൻസ് ചെയ്യാൻ തുടങ്ങിക്കോ.
സൈക്കിളിൽ ആരോ എന്തോ ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? ശിവ, ആ സ്മാർട്ട് ചെറുക്കനെ എനിക്ക് എന്തെങ്കിലും ഒപ്പിച്ചു കാണുന്ന ഞാൻ വിചാരിക്കുന്നത്. ഒരു ദിവസം അവനെ അവന്റെ ഡ്രൈവറിനെ നീ നല്ലോണം വഴക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാനേ ഇതിലുള്ളത് കഴിച്ച ശേഷം നിനക്ക് ബോക്സ് തിരിച്ചു തരാം. സ്മാർട്ടി, അവളുടെ ബോക്സ് അങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്ക്. കൊടുത്തില്ലെങ്കിലോ നീ എന്നാ ചെയ്യും പറ? സ്മാർട്ടി, നോക്ക്, എനിക്ക് വഴക്കിടാൻ ഒരു താല്പര്യമില്ല. മര്യാദയ്ക്ക് അത് തിരിച്ചു കൊടുത്തേക്ക്, അല്ലെങ്കിൽ അത് നല്ലതല്ല. കുട്ടി മര്യാദക്ക് ക്ലാസ്സിൽ പോവാൻ നോക്ക്. മാർത്തി ഒന്നും പറയരുത്. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. സ്മാർട്ടി, ആ ബോക്സ് തിരിച്ചു കൊടുക്കാനാ പറഞ്ഞേ, അല്ലെങ്കിൽ സ്മാർട്ടി മോനെ, ക്ലാസ്സിൽ പോകേണ്ട സമയമായി. നീ വേഗം ക്ലാസ്സിൽ ചെല്ല്, അല്ലെങ്കിൽ പപ്പ ദേഷ്യപ്പെടും. പോകുന്ന മുമ്പ് ആ ബോക്സ് തിരിച്ചു കൊടുത്തേക്ക്, അല്ലെങ്കിൽ അടുത്ത് നടക്കുന്നത് നിനക്കായിരിക്കും. ആ ശരിയാ, ഇപ്പഴാ ഓർമ്മ വന്നത്. ഇത് അവന്റെ പണി തന്നെയായിരിക്കും. വരൂ, നമുക്കൊന്ന് പോയി നോക്കാം. ഇത് സ്മാർട്ടിയുടെ വീടാ. നമുക്കൊന്ന് നോക്കാം അവനകത്ത് എന്താ ചെയ്യുന്നെന്ന്. ഇവിടെ കൂട്ടുകാരൊക്കെ ഡാൻസ് കാണാനായിട്ട് എന്ത് രസമാണെന്നറിയോ? അവന് സന്തോഷായെന്ന് ശിവ. അവനെ ഒരുപാട് ഡാൻസ് കളിപ്പിച്ച് എന്തായാലും അവന് മനസ്സ് സന്തോഷിക്കുന്ന വരെ ഏർപ്പാട് ചെയ്യ് ശിവ. ഓ, എന്നാ ശരി കൂട്ടുകാരെ. എന്റെ റോബോട്ട് ബി അവരുടെ ശരീരത്തിന്റെ അകത്ത് ചെന്ന് അവന് ഇഷ്ടമുള്ളതുപോലെ അവരെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കും. നമുക്കത് കണ്ടു രസിക്കാം. നീ എന്തായി ചെയ്യുന്നേ? പെട്ടെന്ന് ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? നിർത്ത്. അച്ഛോ, ഇവർക്കൊക്കെ എന്താ സംഭവിച്ചേ? അല്ല അങ്കിൾ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഒന്ന് നിക്ക അവിടെ. സ്മാർട്ടിയുടെ അച്ഛനെ കൊണ്ട് ബ്രേക്ക് ഡാൻസ് ചെയ്യിക്കേ. അച്ഛാ, അയ്യോ, ഇതെന്തായി കാണിക്കുന്നേ? ഇതെന്താ എല്ലാരും ഇങ്ങനെ കാണാ? ഓ, ഈ ഡ്രസ്സിനകത്ത് എന്താ ഉണ്ട് മോനെ? വെറുതെ ഇങ്ങനെ ഡാൻസ് ചെയ്യിക്കുക. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ശിവ, ആ ശിവ അടുത്ത് ഇവിടെ ഇങ്ങനെ കാണോ അച്ഛോ? അവനായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. ചെല്ലേ, വേഗം ശിവയെ കണ്ടുപിടിച്ച് നല്ലോണം കൊടുക്ക്. അവൻ ഭയങ്കര ഒച്ചിടുന്നവനല്ലേ, അവനെയും കൊണ്ടൊരു ഡാൻസ് ചെയ്യിപ്പിക്കേ. എന്താണെന്ന് അറിയില്ല, എന്നെന്തോ ചെയ്യുന്നു. നീ ഒരുപാട് സൈക്കിൾ ഓടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നു മുതൽ നീ ഒരിക്കലും ഈ സൈക്കിൾ ഓടിക്കാൻ പറ്റുമെന്ന് നീ വിചാരിക്കണ്ട. സോറി സൈക്കിൾ, ഇന്ന് നമ്മൾ തമ്മിൽ ഫൈറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇപ്പൊ നീ എന്റെ സൈക്കിൾ അല്ല, നീ വേറെ ആരുടെ സൈക്കിളായി മാറി. നിന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും എനിക്ക് ഫൈറ്റ് ചെയ്തേ മതിയാവൂ. കാരണം നിനക്കറിയാലോ, എന്നെ കുട്ടി എന്ന് വിളിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ലെന്ന്. ശിവ എന്നാണ് എന്റെ പേര്. പേരെന്തായാലും കേട്ടു കാണുമല്ലോ അല്ലേ? ആ ശിവയെ തല്ലി ചതയ്ക്ക്. അവനിനി മേലെ സ്കൂളിന്റെ പടി പോലും ചവിട്ടരുത്. ഓ, അപ്പൊ ഇതാണ് എല്ലാ മോശത്തിന്റെയും പേര്.
ഇതിൽ വൈറസ് കേട്ടിട്ട് എന്റെ സൈക്കിളിനെ അവര് റോബോട്ടിക് സൈക്കിളായി മാറ്റിയിരിക്കുന്നു. ഇനി എന്റെ സൈക്കിൾ എന്റേത് മാത്രമായിരിക്കും. ഞാൻ ഇതിനെ വീണ്ടും റിപ്പയർ ചെയ്തെടുക്കും. ഹലോ സ്മാർട്ടി. പിന്നെ ആ സ്മാർട്ടിയുടെ അപ്പനെ. സ്മാർട്ടിയുടെ അച്ഛ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ജോലി ഒട്ടും ചേർന്ന ജോലിയല്ല. സ്മാർട്ടി എന്ത് പറഞ്ഞാലും നിങ്ങൾ അത് അനുസരിക്കുന്നത് അവന്റെ സ്വഭാവം തന്നെ ചീത്തയാക്കും. ലഡു സിംഗ് സർ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ അവിടെ എത്തിക്കാണെന്ന് തോന്നുന്നു. അച്ഛോ, ഇത് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ച? ശിവ ഇപ്പൊ അച്ഛനെ കൂടെ തോപ്പിച്ചല്ലോ. ഇല്ല, ഇങ്ങനെ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. എന്നെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ല. Watch India's largest kids library only on Geo Hotstar. Download the app now.